ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശു കർത്താവിൻ്റെ ഉപമകളാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 21 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ കർത്താവ് ഉപമകളാൽ അവരോട് പറഞ്ഞത്. പിന്നെ അവരോട് പറഞ്ഞത്, വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലോ കട്ടിൻ കീഴിലോ വയ്ക്കുവാറുണ്ടോ? വിളക്ക് തണ്ടിന്മേലല്ലയോ വയ്ക്കുന്നത്? വെളിപ്പെടുവാനുള്ളതല്ലാതെ ഗൂഢമായത് ഒന്നുമില്ല, വെളിച്ചത്ത് വരുവാനുള്ളതല്ലാതെ മറവായതൊന്നുമില്ല. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചുകൊള്ളുവേൻ. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾക്കും അളന്ന് കിട്ടും, അധികമായും കിട്ടും. ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയുമെന്ന് അവൻ അവരോട് പറഞ്ഞു. അപ്പോൾ കർത്താവായ യേശു കർത്താവിൻ്റെ ഉപമ, കർത്താവ് നമ്മൾ വെളിച്ചമുള്ളവരായി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് പുറം ലോകത്തിന് ചെയ്യാൻ സാധിക്കും. നമ്മൾ ചെയ്യുന്നവരായിരിക്കും. അങ്ങനെ നമ്മൾ ചെയ്യുന്നവരായിരിക്കുവാൻ നമ്മൾക്ക് അതിന് സാധിക്കണം. അതിനായിട്ട് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, അത് വിളക്ക് തറയിൻ കീഴല്ല, തണ്ടിന്മേലത്രേ, അത് പ്രകാശിപ്പിക്കാൻ സാധിക്കും. അവിടെയാണ് അങ്ങനെ വരുന്നവരാണ് ഉള്ളവന് കെടുത്തും ഇല്ലാത്തവരോടോ ഉള്ളതും കൂടെ എടുത്തു കളയും. ഇത് നമുക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകൾ, നമുക്ക് ലഭിച്ചിരിക്കുന്ന സാധ്യതകൾ, അതിനെ ബ്രേക്കേഴ്സ് അല്ല, അത് യൂസേഴ്സ് അല്ല, മേക്കേഴ്സാക്കി മാറ്റണം. സാധ്യതകളെ നമ്മൾ പുതിയ സാധ്യതകൾ കണ്ടെത്തി ഓരോ കാര്യം ചെയ്തുകൊണ്ടിരിക്കണം. അതിന് നമുക്ക് സാധിക്കണം. 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ അവൻ പറഞ്ഞത്, ദൈവരാജ്യം ഒരു മനുഷ്യൻ മണ്ണിൽ വിത്തെറിഞ്ഞ ശേഷം രാവും പകലും ഉറങ്ങി എഴുന്നേറ്റും ഇരിക്കെ അവനറിയാതെ വിത്ത് മുളച്ച് വളരുന്നത് പോലെ ആവും. ഭൂമി സ്വയമായി മുമ്പേ ഞാറും പിന്നെ കതിരും പിന്നെ കതിർ നിറഞ്ഞ മണിയും ഇങ്ങനെ വിളയുന്നു. ധാന്യം വിളയുമ്പോൾ കൊയ്ത്തായതുകൊണ്ട് അവൻ ഉടനെ അരിവാൾ വയ്ക്കുന്നു. പിന്നെ അവൻ പറഞ്ഞത്, ദൈവരാജ്യത്തെ എങ്ങനെ ഉപമിക്കേണ്ടു? അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾക്ക് ആ വളരുന്ന അവസ്ഥ, മണ്ണിനകത്ത് വിത്തിട്ടാൽ അത് വളരുന്ന അവസ്ഥ, ആ ഉടമസ്ഥൻ അത് നോക്കിക്കൊണ്ടിരിക്കണം. അല്ല വിത്തിട്ടച്ച് പോകുന്നതല്ല. നമ്മൾ ഏതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്ത് അതിനെ നമ്മൾ വളർത്തിയെടുക്കുന്ന പോലെ ഇത് നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്ത് അതിനെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ മറ്റുള്ളവരെ, സമൂഹത്തെ വളർത്തിയെടുക്കാൻ സാധിക്കണം. ധാരാളം കഴിവുള്ളവരുണ്ട്, അവരെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കണം. മറ്റുള്ളവരെ പ്രൊമോട്ട് ചെയ്യുവാനും മറ്റുള്ളവരെ സ്വാധീനിക്കുവാനും മറ്റുള്ളവരെ അതിലേക്ക് എൻകറേജ് ചെയ്യുവാനുമുള്ള വലിയൊരു ആവേശം നമ്മൾക്കുണ്ടായിരിക്കണം. ആ 30 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ കർത്താവ് പറയുന്നത്, ദൈവരാജ്യത്തെ എങ്ങനെ ഉപമിക്കേണ്ടു, ഏത് ഉപമയാൽ അതിനെ വർണ്ണിക്കേണ്ടു. 31-ാം വാക്യത്തിൽ അത് കടുകുമണിയോട് സദൃശം. അതിനെ മണ്ണിൽ വിതയ്ക്കുമ്പോൾ ഭൂമിയിൽ എല്ലാ വിത്തിലും ചെറിയതെങ്കിലും വിതച്ച ശേഷം വളർന്നു സകല സസ്യങ്ങളും വലുതായിത്തീരുന്നു. ആകയാൽ പക്ഷികൾ അതിൻ്റെ നിഴലിൽ വസിപ്പാൻ തക്കവണ്ണം വലിയതായ കൊമ്പുകളെ വിടുന്നു. അവനിങ്ങനെ ഉപമകളാൽ അവർക്ക് കേൾപ്പാൻ കഴിയും പോലെ അവരോട് വചനം പറഞ്ഞു പോന്നു. ഉപമ കൂടാതെ അവരോട് ഒന്നും പറഞ്ഞതുമില്ല. തനിച്ചിരിക്കുമ്പോൾ അവൻ ശിഷ്യന്മാരോട് സകലവും വ്യാഖ്യാനിക്കും. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകാം എന്ന് അവൻ അവരോട് പറഞ്ഞു. അവിടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉപമകളാൽ കർത്താവ് പറയുന്ന കാര്യം സാധാരണക്കാർക്ക് മനസ്സിലാകുന്നത് പോലെ കർത്താവ് ആ കടുകുമണിയുടെ ഉപമയിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അത് വൃക്ഷമായി വരുമ്പോൾ അനേകർക്ക് അത് അനുഗ്രഹമായി തീരുവാനായിട്ട് സാധിക്കുന്നത്. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ എത്ര ചെറിയ അവസ്ഥയിലായിരുന്നാലും അതിലൂടെ അനേകർക്ക് പ്രയോജനമുള്ളവരാക്കി തീർക്കുവാൻ സഹായിക്കണം. ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരും അപ്രകാരമായി തീരുവാൻ തമ്പുരാൻ സഹായിച്ചാട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.